നാട്ടുകാരെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ ട്രംപ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഒട്ടും മോശമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിനങ്ങനെ വ്യത്യാസം കണ്ടെത്താനും ട്രംപ് മുതിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പഴയ ട്രംപിന്റെ ഗതിയാവില്ല പുതിയ ട്രംപിന്. ഏറ്റവും ഒടുവിൽ വെറുപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലെ പത്രക്കാരെ ഒന്നടങ്കമാണ്. വെറുപ്പിക്കൽ മാത്രമല്ല, താക്കീതും ചെയ്തിരിക്കുകയാണ് ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ്. ട്രംപ് ഭരണകൂടത്തെക്കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് പങ്കെടുത്ത 2 ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രമുഖ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനെ വിലക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് കരോലിൻ ലിവിറ്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്കയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റം വരുത്തിയത് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ചടങ്ങുകളിൽ നിന്ന് അസോസിയേറ്റഡ് പ്രസിനെ ഒഴിവാക്കിയത്. ഏത് മാധ്യമത്തെ സംബന്ധിച്ചും വൈറ്റ് ഹൗസിലെ ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അന്തസ്സുള്ള കാര്യമാണെന്ന് ലീവിറ്റ് മാധ്യമങ്ങളെ ഓർമ്മിപ്പിച്ചു. ക്ഷണം ലഭിക്കാതെ ആർക്കും തന്നെ വൈറ്റ് ഹൗസിൽ കടന്നു ചെന്ന് പ്രസിഡന്റിനോട് ചോദ്യം ചോദിക്കാൻ കഴിയുകയില്ലെന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റിന്റെ ഓഫീസിന്റെ പേരിൽ ആർക്കും കള്ളം പ്രചരിപ്പിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി. അസോസിയേറ്റഡ് പ്രസിന്റെ ലേഖകൻ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ കരോലിൻ ലീവിറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ചോദ്യം ചോദിക്കാൻ കരോലിൻ അവരെ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ടുൾസി ഗബാർഡ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്ക് അസോസിയേറ്റഡ് പ്രസിന് ക്ഷണം ലഭിച്ചിരുന്നില്ല. ഇതിനെതിരെ അസോസിയേറ്റഡ് പ്രസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജൂലി പേസ് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വെയിൽസിന് കത്ത് നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ മെക്സിക്കോ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടലെന്ന് വാർത്തകളിൽ നൽകിയില്ലെങ്കിൽ അസോസിയേറ്റഡ് പ്രസിനെ ബഹിഷ്കരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. സൂസി വെയിൽസ് ഈ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്നാണ് അവർ ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ട്രംപ് ഇലോൺ മസ്കുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഗാസയിൽ ഹമാസ് വിട്ടയച്ച അമേരിക്കക്കാരനായ മാർക്ക് ഫോളിയെ ട്രംപ് വരവേൽക്കുന്ന ചടങ്ങിലും അസോസിയേറ്റഡ് പ്രസിന്റെ ലേഖകന് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേരുമാറ്റം ഗൂഗിളും ആപ്പിളും എല്ലാം അംഗീകരിച്ചിട്ടും അസോസിയേറ്റഡ് പ്രസ് മാത്രം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കരോലിൻ ലിവിറ്റ് ചോദിച്ചു. എന്നാൽ വാർത്താ ഏജൻസി നൽകുന്ന വിശദീകരണം കഴിഞ്ഞ 400 വർഷമായി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നറിയപ്പെടുന്നത് മാറ്റുന്നത് ലോകമെമ്പാടും വാർത്ത നൽകുന്ന തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ്. ആദ്യ തവണ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലും ട്രംപ് മാധ്യമങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്നു. വൈറ്റ് ഹൗസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തിയാണ് കരോലിൻ ലീവിറ്റ്. തന്റെ 27-ാം വയസ്സിലാണ് കരോലിൻ ഈ വലിയ നേട്ടം സ്വന്തമാക്കിയത്. കരോലിന്റെ മാത്രമല്ല, അവരുടെ ഭർത്താവിന്റെ പ്രായവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. വാർത്താമാധ്യമങ്ങളുമായി ഇടയ്ക്കിടെ സംസാരിക്കുമെന്നും പോഡ്കാസ്റ്റർമാർക്കും സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവർക്കും ബ്രീഫിംഗ് റൂം തുറന്നുകൊടുക്കുമെന്നാണ് കരോലിൻ ലിവിറ്റിന്റെ വാഗ്ദാനം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഭരണകൂടത്തിന്റെ പുതുമുഖമെന്ന നിലയിൽ തന്റെ ആദ്യ ബ്രീഫിംഗിൽ ഫെഡറൽ ഗ്രാന്റുകളും വായ്പകളും വൈറ്റ് ഹൗസ് മരവിപ്പിച്ചതിന്റെയും യുഎസിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെ നിയമവിരുദ്ധമായി നാടുകടത്താനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ആദ്യ ദിവസങ്ങളെക്കുറിച്ചുള്ള വൈറ്റ് ഹൗസ് പ്രസ് കോർപ്സിന്റെ ചോദ്യങ്ങൾക്ക് ലീവിറ്റ് ഉത്തരം നൽകി. 27 വയസ്സുള്ളപ്പോൾ ന്യൂ ഹാംപ്ഷയർ സ്വദേശിയായ അവർ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി നിയമിതയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ന്യൂ ഹാംപ്ഷയറിലെ മാഞ്ചസ്റ്ററിലെ ലിബറൽ ആർട്സ് സ്കൂളായ സെന്റ് അൽസൺ കോളേജിൽ അത്ലറ്റിക് സ്കോളർഷിപ്പോടെ ലീവിറ്റ് പഠിച്ചു. സോഫ്റ്റ്ബോൾ ടീമിൽ കളിച്ച അവർ രാഷ്ട്രീയത്തിലും ആശയവിനിമയത്തിലും ബിരുദം നേടി. കുടുംബത്തിൽ കോളേജ് ബിരുദം നേടിയ ആദ്യ വ്യക്തി. 2020 ട്രംപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ ഏറ്റവും ശക്തരായ പ്രതിരോധക്കാരിൽ ഒരാളായ ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കൻ പ്രതിനിധി എലി സ്റ്റെഫാനിക്കിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി ലീവിറ്റ് മാറി. ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡറായി ട്രംപ് അടുത്തിടെ സ്റ്റെഫാനിക്കിനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു.